ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. PC ജോർജിനി BJP-യിൽ. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. കേരള ജനപക്ഷം പാർട്ടി BJP-യിൽ ലയിച്ചു. ഡൽഹിയിൽ നിന്ന് PC ജോർജ് BJP അംഗത്വം സ്വീകരിച്ചു. ആദ്യം ഒരു അല്പാസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. ലയനം കേരളത്തിൽ BJP-യെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ. അതൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. കേരളം രക്ഷപ്പെടണമെങ്കിൽ നരേന്ദ്രമോദിജിയുടെ ഔദാര്യം കൊണ്ട് ജീവിക്കാൻ പറ്റും. എന്ത് പ്രഹസനമാണ് സജി. റബ്ബർ കർഷക പ്രശ്നം മാത്രമല്ല, ഏലക്കർഷക പ്രശ്നമുണ്ട്. ഇത് രക്ഷിക്കാൻ മോദിജിക്ക് മാത്രമേ കഴിയൂ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി BJP-യോടും ചേരുകയാണ്. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ, ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. BJP എന്താണെന്ന് ഞങ്ങൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഒരു സംശയം വേണ്ട. മോദി ഒരു തികഞ്ഞ പരാജയമാണ് ഇന്ത്യയിൽ. ഒരു സംശയം വേണ്ട. PC ജോർജ് പത്തനംതിട്ട മത്സരിച്ചാൽ ജയിക്കുമോ? 100%. 1 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷം കിട്ടും. ഒരു സംശയമില്ല. വെറുതെ ചിരിപ്പിക്കരുത്. കേരളം രക്ഷപ്പെടണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ ദയാദാക്ഷിണ്യം കേരളത്തോടുണ്ടായേ മതിയാവും. മോദി ഒരു തികഞ്ഞ പരാജയമാണ് ഇന്ത്യയിൽ. ഒരു സംശയം വേണ്ട. ലോകത്തിലെ ഏറ്റവും നമ്പർ 1 നേതാവായി ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി മാറിയിരിക്കുന്നു എന്ന് ജനം അംഗീകരിച്ചിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും നമ്പർ 1 നേതാവായി ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി മാറിയിരിക്കുന്നു എന്ന് ജനം അംഗീകരിച്ചിരിക്കുന്നു. ഞാൻ പോട്ടാ, ഞാനും വരുന്നു. ചുമ്മാ വരി.